വിശുദ്ധ സ്നാപകയോഹന്നാന്റെ മാതാപിതാക്കളായ വിശുദ്ധ സക്കറിയായുടെയും എലിസബത്തിന്റെയും തിരുനാളാണ് സഭ ഇന്ന് ആഘോഷിക്കുന്നത്. എലിസബത്ത് എന്ന പേരിനർത്ഥം ആരാധിക്കുന്നവൾ എന്നാണ്. ഒരു മകനു വേണ്ടി തുടർച്ചയായി പ്രാർത്ഥനകളായി ജീവിച്ചിരുന്ന എലിസബത്ത് പ്രായമായതിനാൽ ഇനി തനിക്കൊരു കുഞ്ഞുണ്ടാകുകയില്ലെന്ന് മുൻവിധി നടത്തി. അവൾക്ക് 6 മാസം ഗർഭിണിയായിരിക്കുമ്പോഴാണ് പരിശുദ്ധ കന്യാമറിയത്തിന്റെ സന്ദർശനം. എലിസബത്ത് കുഞ്ഞിന് ജന്മം നൽകിയപ്പോൾ അവളുടെ കൂട്ടുകാരികളും അയൽക്കാരികളും അവളുടെ ഒപ്പം ആഹ്ലാദിച്ചിരുന്നതായി സുവിശേഷത്തിൽ പറയുന്നുണ്ട്. വിശുദ്ധ സക്കറിയയുടെയും എലിസബത്തിന്റെയും തിരുനാൾ ഒരേ ദിവസം തന്നെയാണ് ആഘോഷിക്കുന്നത്. വിശുദ്ധൻ ആബിയയുടെ വംശത്തിൽ പിറന്നവനും പുരോഹിതനുമായിരുന്നു. ഒരിക്കൽ ഏകനായി ദേവാലയ ശുശ്രൂഷകളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ വിശുദ്ധ ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് ദർശനം കിട്ടിയ മാത്രയിൽ സക്കറിയ ഭയപ്പെട്ടു. തന്റെ ഭാര്യയുടെ പ്രാർത്ഥനകൾ നിറവേറ്റപ്പെടുവാൻ പോകുകയാണെന്നും അവർക്ക് ഒരു ആൺകുഞ്ഞ് ജനിക്കുമെന്നും അവന് യോഹന്നാൻ എന്ന് പേര് വിളിക്കണമെന്നും അറിയിച്ചു. സക്കറിയയ്ക്ക് ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മാലാഖയോട് ഒരു അടയാളത്തിനായി ആവശ്യപ്പെടുകയും അദ്ദേഹം ഇപ്രകാരം സംശയിച്ചതിനാൽ ഈ അരുൾപ്പാട് നിറവേറ്റുന്നതുവരെ സക്കറിയ ഊമിയായിരിക്കുമെന്ന് അറിയിച്ച ശേഷം മാലാഖ അപ്രത്യക്ഷപ്പെട്ടു. എലിസബത്ത് ഗർഭിണിയാവുകയും ക്രിസ്തുവിന്റെ വഴിയൊരുക്കുവാനായി പിറന്ന യോഹന്നാന് ജന്മം നൽകുകയും ചെയ്തു. കുഞ്ഞിന്റെ പരിച്ഛേദന സമയത്ത് സക്കറിയ ഒരു ഫലകം ആവശ്യപ്പെടുകയും യോഹന്നാൻ എന്നാണ് അവന്റെ പേരെന്ന് എഴുതുകയും ചെയ്തു. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ സംസാരശേഷി തിരികെ ലഭിച്ചു. ഉടനെ തന്നെ അദ്ദേഹം ദൈവത്തെ വാഴ്ത്തി. പുതിയ നിയമത്തിൽ ഇതിൽ കൂടുതലൊന്നും സക്കറിയയെക്കുറിച്ച് പറയുന്നില്ല.